സംസാരിച്ചു. എന്താണ് നിങ്ങളോട് അടുത്ത ആള് പറഞ്ഞതെന്നൊന്ന് ഇവിടെ വന്നൊന്ന് പറയുക. അതിൻ്റെ കൂടെ നിങ്ങൾ അയാളോട് എന്താ പറഞ്ഞത്? 2 സെന്റൻസ്. നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളോട് എന്ത് പറഞ്ഞു, നിങ്ങൾ അവരോട് എന്ത് പറഞ്ഞു. വേണമെങ്കിൽ ഹൂസ്റ്റണിൽ നിന്ന് ഈ ധ്യാനം കൂടാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു കപ്പിളുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ വന്ന് 2 വാക്ക് പറയാം. അത് ഇത്രയും ദൂരത്ത് വന്നാലേ. വരൂ, ട്രീസേം വരൂ, കം ബോത്ത് ഓഫ് യു. കേട്ടോ, ഇവിടുന്ന് ഇത്രയും ദൂരത്തുനിന്ന് ഈ ധ്യാനം കൂടാൻ ഇവിടെ അവർ വന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോഴേക്കും നിങ്ങൾ ബാക്കിയുള്ളവർ റെഡി ആവട്ടോ പറയാനായിട്ട്. ഇത് ഇങ്ങനെ കുറച്ച് പങ്കുവയ്ക്കലിലൂടെ ഇത് ശരിക്കും ഒന്ന് ക്ലാരിഫൈ ആയിട്ട് വരുള്ളൂ. എന്നിട്ട് ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം, ഇപ്പം തന്നെ ക്ലിയർ ആക്കാം. യെസ്, പേര് പറഞ്ഞു. ദൈവത്തിന് സ്തുതി. ഇത് ഇപ്പൊ പറഞ്ഞ കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയല്ല, പക്ഷെ വേറൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇന്നലെ ബ്രദർ ചൂണ്ടിക്കാണിച്ചെന്ന കൃപയുടെ ഒരു സാക്ഷ്യപത്രമാണെന്ന് പറയാം. തീർച്ചയായിട്ടും ഇത് വളരെ അവിചാരിതമായിട്ട് ഒരു കൃപ ലഭിച്ച് ഞങ്ങളിവിടെ വന്നതാണ് ഈ ഒരു സാഹചര്യം. അതിനെപ്പറ്റി പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പറയാം. ട്രീസ, ഞങ്ങളായാലും ബ്രദറിനെ പറ്റി നേരത്തെ കേട്ടിട്ടില്ല, എനിക്കറിയത്തില്ല, ട്രീസയ്ക്കും അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ട്രീസ യൂട്യൂബിൽ കൂടെ ബ്രദർ തോമസ് പോളിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും കേൾക്കും. എപ്പോൾ നോക്കിയാലും കാപ്പി ഉണ്ടാക്കുമ്പോഴും കറിക്കരിക്കുമ്പോഴും ചെവിയിൽ ഇത് ഫിറ്റ് ചെയ്ത് ഈ ഒരു വചനം സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വീക്കിൽ, എൻ്റെ മുമ്പിലത്തെ വീക്കിൽ സാറ്റർഡേ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും എന്തോ അങ്ങനെ കേട്ട് കാപ്പി വന്നപ്പോൾ കൂടെ ബ്രദറിൻ്റെ ഈ കാര്യം പറഞ്ഞു, എന്തോ പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒന്ന് നേരിട്ടൊന്ന് കാണാൻ, ഒന്ന് നേരിട്ട് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ഒന്ന് മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പുള്ളി ഇവിടെയും വരുന്നത് അമേരിക്ക വരത്തില്ലെന്ന് തോന്നുന്നല്ലേ, യൂറോപ്പിലാന്ന് തോന്നുന്നല്ലോ. ഞാൻ പറഞ്ഞു ഏതെന്ന് പറഞ്ഞു. അന്ന് ഏതാണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ അവിചാരിതമായി ഞാൻ ജസ്റ്റ് ഓഫീസിലിരുന്ന ഒരു കമ്പ്യൂട്ടർ കടയിൽ ഒന്ന് ഗ്ലാൻസ് ചെയ്തപ്പം മനോരമ പത്രത്തിന്റെ ഒരു റൈറ്റ് സൈഡിൽ കണ്ടു ഓക്ലഹോമയിൽ ബ്രദർ തോമസ് പോൾ നയിക്കുന്ന ധ്യാനം. അപ്പം ഞാൻ ഓർത്തു, തോമസ് പോൾ എന്ന് കണ്ടപ്പോൾ നാച്ചുറലി ക്ലിക്ക് ചെയ്തപ്പം ആ പുള്ളി തന്നെയായി ഈ പുള്ളി എന്ന് മനസ്സിലായി. അത് ഒരു യാദൃച്ഛികമല്ല, അത് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്. ആ കൃപ, ദൈവം തന്ന ഒരു കൃപ. അന്ന് രാവിലെ ട്രീസ പറയുന്നു, ഒന്ന് നേരിട്ട് കാണാൻ അല്ലെങ്കിൽ അങ്ങയുടെ ധ്യാനം ഒന്ന് നേരിട്ട് കൂടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അന്ന് ഉച്ച കഴിഞ്ഞു. പിറ്റേ ദിവസം ആ ന്യൂസ് അവിടെ ഇല്ലായിരുന്നു, അതിന് മുൻപും ഇല്ലായിരുന്നു. ആ ഒരേ ഒരു ദിവസം അന്ന് ഞാനത് കാണാനും ഇടയായി. ട്രീസായിക്ക് പറഞ്ഞപ്പോൾ ഒരു ഡയമണ്ട് മേടിച്ചു കൊടുക്കുന്നതിൽ സന്തോഷത്തോടുകൂടി റെഡിയായി. അങ്ങനെ ഞങ്ങൾ പോകുന്നു. ഇനി തോമസ് പോൾ ബ്രദറിന്റെ ഈ ധ്യാന രീതി ഇപ്പൊ ചോദിച്ചുകൊണ്ട് പറയാണ്. ഞാൻ സാധാരണ തെറി കേൾക്കുന്നൊരു വിഷയം തന്നെയാണ്. കാരണം ഞാൻ ഈ രീതിയിൽ ചിന്തിക്കുന്നൊരു മനുഷ്യനാണ്. അത് ജ്ഞാനഗുരുവായിട്ടോ അറിവുണ്ടായിട്ടോ ഒന്നുമല്ല. പക്ഷെ എൻ്റെ കാഴ്ചപ്പാട്, ദൈവത്തോടുള്ള എൻ്റെ കാഴ്ചപ്പാടും ഏതാണ്ട് ഇതേ രീതിയിലാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവത്തിന് നമ്മളെ അറിയാം, ദൈവത്തിന് നമ്മളുടെ ഓരോ കാര്യങ്ങളിലും വ്യക്തമായ ധാരണയുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അതിനെ ആ ദൈവത്തിനെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും നമ്മൾ പാവികൾ ആണ് തന്നെ. ദൈവം പൂർണ്ണമായിട്ട് ബ്രദറിലോ മറ്റുള്ളവരിലും പ്രവർത്തിക്കുന്ന പോലെ നമ്മളിൽ പ്രവർത്തിക്കുന്നില്ലായിരിക്കാം. അതിൻ്റെ കാരണം ഞാൻ തന്നെ. എന്നിരുന്നാലും ദൈവത്തോടുള്ള എൻ്റെ കാഴ്ചപ്പാട് അത് ബ്രദർ ഇന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ അങ്ങേയറ്റ സന്തോഷം. ഞാൻ അതിനെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുന്നു. ബ്രദറിന്റെ ഉൾക്കാഴ്ച ഇനി തീർച്ചയായിട്ടും മുമ്പേ പറഞ്ഞ മാവിന്റെ രീതിയിൽ ഒരു ചെറിയ തരി എന്നിൽ ഉണ്ടെങ്കിൽ, എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരിലേക്ക് പകരാൻ ഞാൻ തയ്യാറാണ്. ദൈവത്തിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ കുറേ നാളുകളായിട്ട് ബ്രദർ തോമസ് പോളിൻ്റെ വചനങ്ങൾ ഇങ്ങനെ കേട്ട് ഭയങ്കരമായിട്ട് അതിനോട് ഭയങ്കരമായിട്ട് ആകർഷണം, പ്രബോധനങ്ങളെല്ലാം ഞാനിങ്ങനെ ഉൾക്കൊണ്ട് വചനം പഠിക്കാനുള്ള പ്രത്യേക താല്പര്യം അതിലൂടെ ഉണ്ടായി. അങ്ങനെ കേട്ട് മനസ്സിലൊരു ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നു, ഒന്ന് നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രേരണയാൽ
ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നതിന്. എന്നും ഇനിയും ഞാനത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും കേൾക്കാത്ത ഒരു ദിവസങ്ങൾ പോലുമില്ല. ബ്രദറിൻ്റെ ടോക്കുകൾ എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. ഈ ഫരിസീയ മനോഭാവവും പുതിയ പുതിയ പ്രബോധനങ്ങൾ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. അതിന് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രചോദനമാണ് ഞങ്ങൾക്കത് തന്നത്. അതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത ആൾ വരാം, പ്ലീസ് കം. എങ്ങനെയാണ് യൂട്യൂബിൽ കേൾക്കണമെന്നുള്ളതൊക്കെ അതിൻ്റെ ഡയറക്ഷൻസ് ഞാൻ പിന്നെ പറയാം നിങ്ങൾക്ക്. ഇപ്പോൾ ഇന്നലത്തെ ധ്യാനം ഓൾറെഡി ഇപ്പോൾ യൂട്യൂബിലുണ്ട്. നമ്മളുടെ ഹോളി ഫാമിലി സീറോ മലബാർ ചർച്ച് എന്നടിച്ചാലും കിട്ടും. ഒക്ലഹോമ അല്ലെങ്കിൽ തോമസ് പോൾ കൊടിയൻ. പ്ലീസ് കം. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ധ്യാനത്തിന് നടക്കുന്ന ഒരു വ്യക്തിയാണ്. സ്ഥിരമായിട്ട് പല ധ്യാനങ്ങൾ ഒരുപാട് ഇങ്ങനെ കൂടിയിട്ടുണ്ട്. എന്തെങ്കിലും നന്നാകും എന്നും പറഞ്ഞ് നടന്ന് ഒരു പരിധിവരെയൊക്കെ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഒരു പരിധിവരെയൊക്കെ നന്നാകും. പിന്നെ എന്തായാലും ആര് പറഞ്ഞാലും അത് ദൈവവചനമാണ്. അപ്പം അതിൻ്റെതായ കുറേ ഉൾക്കാഴ്ചകളും കുറേ ഓരോ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് ഒക്കെ വരും. ഇതിപ്പോൾ അങ്ങനെ പഠിച്ചു വരുമ്പോഴത്തേക്കിന് പിന്നെ ഒരു കോൺട്രവേഴ്സ്യൽ ലെവലിലേക്ക് പലപ്പോഴും പോകാറുണ്ട്. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെയൊക്കെ പലപ്പോഴും പലതും കൺഫ്യൂഷനാകും. ചിലത് എനിക്കൊരു ആർഗ്യുമെൻറ്റേറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പലതിനെക്കുറിച്ചും സംശയങ്ങൾ തോന്നും. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഇത് ഒരു വേറിട്ട വെളിപാടായിട്ട് ഈ ധ്യാനം എനിക്ക് തുടക്കത്തിൽ തോന്നി. കാരണം എല്ലാവരും പറയുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് വേറൊരു ചിന്താഗതിയിലൂടെ കൊണ്ടുപോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത് ഇതുപോലെ കരുണയാണ് ഏറ്റവും വലുത്. അപ്പം ഞാനെപ്പോഴും പറയാറുണ്ട്, ഇച്ചിരി ഇതായിട്ട് തന്നെ കോൺട്രവേഴ്സ്യലായിട്ട് പറഞ്ഞു, ബലിയല്ല, നമ്മൾ കരുണയാണ് ആഗ്രഹിക്കേണ്ടത്, കരുണയാണ് ചെയ്യുന്നതെന്നൊക്കെ, കരുണയാണ് വേണ്ടത് എന്നൊക്കെ പറയാം. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ബ്രദർ പറയാറുണ്ട് ഇങ്ങനെ കരുണയാണ് ഇത് കരുണ വഴി നമുക്ക് കൃപ ലഭിക്കും, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ ആരാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറും നിസ്സാരരാണ്. നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് അർഹിക്കാൻ മാത്രമേ നമുക്ക് അർഹതയുള്ളൂ. അല്ലാതെ വേറെ ഒരു ഇതും നമുക്ക് അർഹതയില്ല. കാരണം ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടേത്. അത് പഴയ നിയമത്തിലെ ഒരു ദൈവമാണ്. നമ്മൾ സാറിയും പറഞ്ഞ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് എപ്പോഴും പറയുന്നുണ്ട്. നമ്മൾ ആ സത്യം അറിയുന്നില്ല പലപ്പോഴും. അതുകൊണ്ട് നമ്മൾ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. ഈ എപ്പോഴും നമ്മളെ ഈ പാപത്തിൻ്റെ എൻ്റെ ഒരു തോന്നൽ എങ്ങനെയാണ്, പാപത്തിൻ്റെ ഒരു അടിമത്തത്തിൽ നമ്മളിങ്ങനെ ഈ അടിമകളാക്കി നമ്മളെ വെച്ചിരിക്കുകയാണ്. അതല്ല, ദൈവം പാപികളെ സ്നേഹിക്കുന്നവനാണ്. നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്. നമ്മളെ പാപത്തിൽ നിന്നും പാപമല്ല ദൈവം നമ്മുടെ പാപമല്ല കരുതിയിരിക്കുന്നത്, നമ്മളെ എപ്പോഴും കാക്കുന്നവനാണ്. ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാകും. ഇല്ലെങ്കിൽ നമ്മളെന്നും ഈ അടിമത്തത്തിൽ ഇങ്ങനെ കിടന്ന് ആ ഒരു ഭീതിയിലും ഒരു വിഷമത്തിലും ജീവിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സത്യം എന്താണെന്ന് അറിയണം. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പലതിലും എനിക്ക് അങ്ങനെ ഒരു സത്യം കണ്ടെത്താനുള്ള ഒരു മാർഗമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി പറയാം. യെസ്, I appreciate it. Please come next. എനിക്കും പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഓർത്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പിയോ പറഞ്ഞ പോലെ ട്രഡീഷണൽ ധ്യാനത്തിൽ നമ്മൾ കേൾക്കുന്ന വിഷയങ്ങൾ, കേൾക്കുന്ന ബൈബിൾ വാചകങ്ങൾ, അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടാണ് എനിക്കും അനുഭവപ്പെട്ടത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ധ്യാനം കേട്ടെങ്കിലും അതിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമാണ്. കുറച്ചുകൂടി ഒരു ഡെപ്ത് ഓഫ് തോട്ട് അത് നമുക്ക് ആവശ്യമാണ്. കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാൻ
കുറച്ചുകൂടി ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാനിന്ന് ബ്രദറിനോട് പറയായിരുന്നു, ഞാൻ എത്രയോ റാസയ്ക്ക് ഈ പാട്ട് പാടിയേക്കണു. എല്ലാവരും പാട്ടൊക്കെ അച്ഛൻ നന്നായിരുന്നു പറയും, പക്ഷെ ഞാൻ അതിൻ്റെ അർത്ഥം ശാവേൽ എന്നാണ് ഇന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണെന്ന് മനസ്സിലായത്. പല പ്രാവശ്യം ഞാനത് പാടി ഞാൻ പറയായിരുന്നു. അപ്പോൾ അതുപോലെ ആ കുർബാന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ധ്യാനം, അതിന് നമ്മുടെ ആരാധനക്രമത്തിൻ്റെ അതിൻ്റെ സെൻറ്റർ ഈസ് ദ മാസ്. അപ്പോൾ അത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സമയമില്ലാതെ പോയല്ലോ എന്നുള്ളൊരു ദുഃഖമേ എനിക്കുള്ളൂ. നമ്മളെല്ലാ ഞായറാഴ്ചയും പ്രഘോഷിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധ ബലി, അത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ, അതിൻ്റെ പ്രാർത്ഥനകൾ അത് എത്രമാത്രം ബൈബിൾ അധിഷ്ഠിതമാണ്, എത്രമാത്രം നമ്മുടെ വിശ്വാസത്തിൽ ആഴമായിട്ടുള്ള ചിന്തകൾ നൽകുന്നതാണ്, എല്ലാം അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ നമ്മളത് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. നമ്മൾ കേട്ട് മനസ്സ് തഴമ്പിച്ച് നമ്മളങ്ങ് ചൊല്ലിപ്പോകുന്നു. അതുകൊണ്ട് ഞാൻ ഷിക്കാഗോ പിതാവിനെ വിളിക്കാനിരിക്കുകയായിരുന്നു. നമ്മുടെ അച്ഛന്മാരുടെ ധ്യാനം ഒരു അമേരിക്കയിൽ വന്ന് നടത്താനായിട്ട്. അല്ല, ഇവിടെ വന്നിട്ടുണ്ട്, അച്ഛന്മാർ ധ്യാനിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടി കുർബാന കേന്ദ്രീകൃതമായിട്ടൊരു ഒരു റിട്രീറ്റ്, അത് അച്ഛന്മാർക്കും നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ രൂപതയിലെ അച്ഛന്മാരുടെ ധ്യാനം അടുത്ത ജൂൺ മാസത്തിൽ വളമനാൽ അച്ഛനാണ് ഞങ്ങൾക്ക് നടത്തുന്നത്. അപ്പോൾ ഞാനത് പിതാവിനോടൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് മനസ്സുകൊണ്ട് തോന്നി. ഐ വിൽ ഡു ദാറ്റ്. അതോടൊപ്പം തന്നെ കത്തീഡ്രലും ധ്യാനിപ്പിക്കാറ്, അതിങ്ങനെയാണ് വരുന്നത്. ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ രൂപതയിലെ കത്തീഡ്രൽ ഷിക്കാഗോ. അപ്പോൾ എനിക്ക് ഏറ്റവും ആകർഷിച്ച അതായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കേട്ട ആ വാചകം എന്താണ്, അതല്ല, ദാറ്റ്സ് ഗോൾഡൻ റൂൾ. പിന്നെ നമ്മൾ പഴയ നിമിത്തുന്ന ഹോശയുടെയോ അല്ലേ, കണ്ടില്ല. അതെ 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 അവൻ കേൾക്കുന്നില്ല, അവൻ കേൾക്കുന്നില്ല എന്ന് കർത്താവിന് പറ്റിയാ പറഞ്ഞത്. നമ്മൾ അല്ലെങ്കിൽ ആ വാചകം വായിച്ചിട്ടില്ല. അതുപോലെ നമ്മൾ ബൈബിള് വായിക്കാനും കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാനും നമുക്കത് ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് ജ്ഞാനത്തിൻ്റെ അത് വായിച്ചു. ഞാൻ വായിച്ചിട്ടുള്ളതാണ്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അത് വായിക്കുമ്പോൾ നമുക്ക് ആധ്യാത്മികമായിട്ട് വളരാനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു. വെറും വായനയല്ലല്ലോ വിശുദ്ധ ഗ്രന്ഥം, ജീവനുള്ള വചനമാണ് എന്നോർത്തുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ഉപകരിക്കും. അതിനുള്ളൊരു ആവേശം കൂടി ഈ ധ്യാനത്തിൽ നിന്ന് കിട്ടിയെന്ന് എനിക്ക് തോന്നുകയാണ്. താങ്ക് യു. ഇനിയും ആരോ വരാനുണ്ട്. ഹൃദയത്തിൽ പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തുടിക്കുകയാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളൊന്നങ്ങ് സ്ട്രെങ്ത്, ടേക്ക് കറേജ്. നിങ്ങളുടെ ഷെയറിങ് ആണ് ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ബിഗിനേഴ്സൊന്നും അല്ല, നമ്മളൊക്കെ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഗുണത്തിനും കൂടി വേണ്ടിയാണത്. പ്രൈസ് ദി ലോർഡ്. സത്യം പറഞ്ഞാൽ ഒരു ക്ഷമാപണത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ബ്രദറിൻ്റെ ധ്യാനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. പിന്നെ പലപ്പോഴും ഇങ്ങനെ ശാലവും ഇതൊക്കെ മരീനും ഒക്കെ കാണാറുണ്ട്. അപ്പം ചിലപ്പം ബ്രദറിൻ്റെ ധ്യാനം വരുമ്പോൾ ഞാൻ അങ്ങ് പാസ് ചെയ്ത് വിടുന്ന ഒരു മനസ്ഥിതിയായിരുന്നു. എനിക്ക് എന്തോ ആ സംസാരം കേൾക്കുമ്പം ടി വി കൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇഷ്ടപ്പെടുമല്ലോ, അങ്ങനത്തെ. അപ്പോൾ ആദ്യം അച്ഛനിത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഷോക്ക് പോലെയാണ്, സത്യം പറയട്ടെ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ പക്ഷേ അന്ന് തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവ് എനിക്ക് എൻ്റെ തെറ്റിനെ ഓർത്ത് ദൈവമേ, ഞാൻ മറ്റുള്ളവരെ വിധിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് കാണേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് ആവശ്യമുള്ളതാണ് ഓരോ സമയത്തും ദൈവം നമുക്ക് തരുന്നത്. അപ്പോൾ അത് ആ ഒരു വചനം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി മാറ്റം ഉണ്ടായി. ഞാൻ അന്ന് തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ധ്യാനത്തിലൂടെ എനിക്ക് ഒത്തിരി കൃപകൾ ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രത്യേകമായിട്ട് തരണമെന്ന്. ഇന്ന് എനിക്ക് പ്രത്യേകമായിട്ട് എന്നെ സ്പർശിച്ചത് അച്ഛൻ പറഞ്ഞതുപോലെ കുർബാനയെ കേന്ദ്രീകരിച്ച് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ എത്രയോ ലാഘവത്തോടു കൂടിയാണ് ആ വാക്കുകളൊക്കെ കേൾക്കുന്നത്. എന്നും കേൾക്കുന്നു, എപ്പോഴും കേൾക്കുന്നു. പക്ഷെ നമ്മളത് സീരിയസ് ആയിട്ട് നമ്മുടെ ചിന്തയിലേക്ക് അത് വരുന്നില്ല. അതുപോലെ തന്നെ തിരുസഭയോട് ചേർന്ന് ചിന്തിക്കുന്നു. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എല്ലാവിടെയും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ പകുതി കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. എപ്പോഴും തിരക്കാണ്, പെട്ടെന്ന് തീർന്നു പോകുന്നു. ആ ഒരു രീതി മാറ്റി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് ചെയ്യാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് കിട്ടുമെന്ന് തന്നെയുള്ള വിശ്വാസം. താങ്ക് യു. ഇനിയും ആരോ ഉണ്ട് വരാൻ? Please come. Take courage. ഇന്നത്തെ കുമ്പസാരത്തിലുണ്ടായ എന്തെങ്കിലും അനുഭവം പറയാനോ, ഇന്നത്തെ ക്ലാസ്സിലുള്ള എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് നിങ്ങളെ
നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടോ? പുതിയ ഉൾക്കാഴ്ച കിട്ടിയോ? ചില വചനത്തിൻ്റെ വ്യാഖ്യാനം ഇപ്പോൾ ഇങ്ങനെ മനസ്സിലായി. ഒരാൾ കൂടിയുണ്ട്. വൺ മോർ പേഴ്സൺ. ഓ, നീ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. അപ്പം ഞാൻ ഇവിടുന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ പോവാം അവിടെ പറഞ്ഞത്. ഇപ്പോൾ അവിടെ സഹോദരി പറഞ്ഞത് ഇതാണ്, സാധാരണ കുമ്പസാരിക്കുന്ന മാതിരിയല്ല, ഇപ്പോൾ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പാപം പൂർണ്ണമായി ക്ഷമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു. അതാണ് വളരെ വലിയ കാര്യം. പാപം കർത്താവ് ക്ഷമിച്ചു. പക്ഷെ നമ്മൾ ചിലർ പറയും ഞാനത് എല്ലാ കുമ്പസാരത്തിനും ഏറ്റു പറയാറുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ എല്ലാ കുമ്പസാരത്തിനും ഏറ്റു പറയേണ്ടത്? ചിലർ പറയുവേ ബ്രദറെ ഞാനത് എല്ലാ കുമ്പസാരത്തിനും അത് ഞാൻ ഏറ്റു പറയാറുള്ളതാണ്, പണ്ട് അങ്ങനെ ഒന്നും ചെയ്തു പോയി. എന്തുകൊണ്ടാണ് എല്ലാ കുമ്പസാരത്തിലും ഏറ്റു പറയണത്? ശരിയാണല്ലോ, എന്തിനാണ് ഞാൻ എല്ലാ കുമ്പസാരത്തിലും ഏറ്റു പറയണേ? അപ്പം അതിൻ്റെ അർത്ഥം നമ്മളെ അത് പൂർണ്ണമായിട്ട് കർത്താവ് ക്ഷമിച്ചു എന്ന് നമുക്ക് തോന്നാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാം. അപ്പം അവിടെ എന്താ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഇല്ലാത്ത, അല്ലെങ്കിൽ വളരണം. ഓക്കെ, താങ്ക് യു. എന്താണ് സംശയം? ചോദിച്ചോളൂ. കർത്താവ് എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എല്ലാവരുടെയും പാപം ഏറ്റെടുത്തു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഓ, ഓക്കെ. അതൊരു നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമ്മളുടെ പാപം കർത്താവ് ഏറ്റെടുത്തു, അത് നമ്മൾ വിശ്വസിക്കുന്നു. അതിൻ്റെ കൃപ നമ്മളിലേക്ക് എല്ലാ കുർബാനയിലും പ്രാർത്ഥനകളിലൂടെ നമ്മളിലേക്ക് ആ കൃപ ഒഴുകി നമ്മളിൽ സംഭവിക്കേണ്ട 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ നമ്മൾ സംഭവിക്കുന്നത്? വിശുദ്ധീകരണം, ശക്തീകരണം, നീതീകരണം, മഹത്വീകരണം. ഈ 4 കാര്യങ്ങൾ. ഇത് വലിയൊരു സബ്ജക്റ്റാണ്, പക്ഷേ ഈ ആശയപരമായിട്ട് നിങ്ങളങ്ങ് മനസ്സിൽ കാണും. അതിനൊരു വചനം പറയാവുന്നത്, എന്നിട്ട് നമ്മൾ അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ, റോമർ 8, ആ പേജ് ഇവനെ ഒട്ടിയിരിക്കണമില്ല. 8-ാം അധ്യായം 29 മുതലുള്ള വചനമാണ് കേട്ടോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാകാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് ഈശോമിശിഹ ആവുന്ന ആ ദൈവപുത്രന് അനുരൂപനാകാൻ നമ്മളെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരിൽ ആദ്യജാതനാവുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ആ നീതീകരണത്തിന് മുമ്പുള്ള 2 സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ നീതീകരണവും മഹത്വീകരണവും ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോകുമ്പോൾ നമ്മളുടെ ഈ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഇത് മുഴുവനും നടക്കുന്നില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ഈ നാട്ടിൽ നമ്മൾ ഈ ശരീരത്തോടെ ആയിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ അതല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ മെജോറിറ്റി പോർഷൻ. ഇവിടെ നിന്ന് ന്യൂയോർക്ക് വരെയുള്ള ഒരു കയറുണ്ടെങ്കിൽ അതാണ് നിത്യജീവൻ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റത്തുള്ള ഒരു പിടി മാത്രമാണ് ഇവിടെ നമ്മൾ ജീവിക്കണ 100 വയസ്സ് വരെയുള്ള ജീവിതം. മനസ്സിലായോ? ഒരു കമ്പാരിറ്റീവ് തിങ്കിങ് ആണ്. ഇവിടുന്ന് ന്യൂയോർക്ക് വരെയുള്ള ഒരു കയറാണ് നിത്യജീവനെങ്കിൽ അതിൻ്റെ
ഒരു പിടിയാണ് നമ്മൾ ഇവിടെ ജീവിക്കണ സംഭവബഹുലമായ ഈ 80 90 100 വർഷം. അതുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ 1-ാം അധ്യായം 1 കൊറിന്ത്യോസ് 15-19 പറയുന്നത്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. വാസ്തവത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇവിടെ ആരംഭിക്കുന്നു എന്നേ ഉള്ളൂ. അതിൻ്റെ ആ നിത്യമായ അവസ്ഥ ഈ ജീവിതം കഴിഞ്ഞു കഴിയുമ്പോഴാണ് അത് ആരംഭിക്കുന്നത്. ആ അവസ്ഥയിലാണ് നമ്മുടെ പൂർണ്ണ വിശുദ്ധീകരണം നടക്കുന്നത്. ഈ മരണാനന്തരം ആകാം, എന്നാൽ മരണത്തിനോടൊപ്പവും ആകാം. സമയമുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗം എടുക്കാം. അതിൽ 8 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. 1, ശരീരത്തിൻ്റെ ഉയർപ്പ്, മരണം, തനത് വിധി, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം, അന്ത്യവിധി, പുതിയ ആകാശം, പുതിയ ഭൂമി. ഇങ്ങനെ 8 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഒറ്റ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒറ്റ സെന്റൻസിലാണ്. ശരീരത്തിൻ്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന ആ ഒറ്റ വചനത്തിൽ 8 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതിപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ ആവുമായിരിക്കും, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇനി അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബിലുള്ള വേറെ ധ്യാനങ്ങളിൽ 9 ദിവസത്തെ ധ്യാനങ്ങളൊക്കെ കുറേശ്ശെ കൂടാണെങ്കിൽ അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാണ്: നമ്മുടെ ആത്മാവ് ശരീരവും, നമ്മുടെ ആത്മാവ് അനശ്വരമാണ്. ഇപ്പോൾ ഇവിടെ വീണ്ടും സർവാധിപനാം കർത്താവ് പാടിക്കഴിഞ്ഞ അടുത്ത ഇതിൽ മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു, ക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ ക്ഷയമേ. ഇത് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പം അത് തന്നെ ആ പാട്ടിന് ശേഷം വൈദികൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കണം. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാണ്. ഇവിടെ നിത്യം പരിപാലിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഇവിടെ നമ്മുടെ ഈ ജീവിതത്തിലുള്ള നിത്യതയെക്കുറിച്ചല്ല. ഇവിടെ ആരംഭിച്ച് അത് അനന്തമായ പരിപാലനയാണ്. അപ്പം ആ സർവാധിപൻ പാടുമ്പോഴൊക്കെ അതിൻ്റെ വലിയ വ്യാപ്തിയിലേക്ക് നമ്മൾ വരണം. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവൻ. അപ്പം ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം ആണ് ഇതിൻ്റെ ഒരു ഘടകം. ആത്മാക്കളെ അപ്പം നമ്മുടെ ശരീരവും ആത്മാവും, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം ജീർണിക്കുന്നു. എന്നാൽ അതൊരു ടെമ്പററി അവസ്ഥയാണ്. നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നു, പിതാവിനോടൊപ്പം ആയിരിക്കുന്നു. അങ്ങനെ ആയിരിക്കുമ്പോഴും ഈ ആത്മാവ് ആഗ്രഹിക്കുന്നത്, ഈ ആത്മാവിൻ്റെ കൂട്ടാളിയായ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേറ്റ് ഒരുമിക്കുന്നു എന്നതാണ്. അതാണ് നമ്മുടെ വിശ്വാസം. ഇന്ന് ജീർണിച്ച് ഇല്ലാതായി പോകുന്ന ഈ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്ത് അമർത്യമായ ആത്മീയ ശരീരമായി നമ്മുടെ ആത്മാവിനോട് ഒന്നിക്കുന്നു. ഈ പൂർണ്ണതയിലേക്കാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് സ്വർഗരാജ്യത്തിൻ്റെ, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പറയുന്നത്, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസം വഴി കർത്താവ് ശോഭിച്ചായിട്ട് ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ അന്ത്യദിനത്തിൽ സ്വർഗരാജ്യത്തിന്റെ പൂർണ്ണ മഹത്വത്തിൽ യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ ശക്തിയാൽ നമ്മുടെ മർത്യ ശരീരം, ജീർണിച്ച മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. ഈ ഒരു കോൺസെപ്റ്റിന്റെ ആധാരത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണ സമയത്ത് നമ്മുടെ ശരീരം അങ്ങ് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാലേ നമ്മുടെ ആത്മാവിൻ്റെ പൂർണ്ണ വിശുദ്ധീകരണം സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ
ശരീരത്തിന്റെ ബലഹീനത ആത്മാവിനെ എപ്പോഴും എന്താ പറയാ, വിശുദ്ധീകരണത്തിന് ആവശ്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിൽക്കുന്നു. എന്നാൽ പല വിശുദ്ധരുടെയും ജീവിതത്തിലും, നമ്മളുടെ തന്നെ ചില അമ്മാമ്മമാരും അപ്പാപ്പന്മാരുടെയൊക്കെ ജീവിതത്തിൽ മരണത്തിന് മുമ്പ് നിരവധി ദിവസം വളരെയധികം സഹനത്തിലൂടെ കടന്ന് വളരെയധികം വിശുദ്ധീകരണം നടക്കുന്ന അവസ്ഥകളുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്, ഈ ശരീരമാണ് ആത്മാവിനെ എന്താ പറയുക, ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിന് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ബലഹീനത പുറപ്പെടുവിക്കുന്നത്. ഇപ്പൊ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരിക്കലൊരു സംഭവം, ഞാൻ പറഞ്ഞതായിരുന്നു അവളോട് എന്നെ ആശുപത്രി കൊണ്ടുപോകണ്ടെന്ന്, വെറുതെ എന്നെ ആശുപത്രി കൊണ്ടുവന്ന് ഇപ്പം ഇവിടെ കിടന്നു. ഇപ്പം ആ മരിക്കാൻ പോണ നേരത്ത് അവരാരും എൻ്റെ കൂടെയില്ല. ഒരമ്മച്ചി പറയാം, ദേഷ്യപ്പെട്ടുണ്ടോ പറയണേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് മരിച്ചു. എനിക്കത് ഭയങ്കര ഒരു പഠന വിഷയമായിട്ട് തോന്നി. എൻ്റെ ഈശോയെ, അപ്പം നമ്മുടെയൊക്കെ ആളുകളുടെ വിചാരം ആശുപത്രി കൊണ്ടോ. അമ്മച്ചി കുറേ പ്രാവശ്യം പറഞ്ഞു, എനിക്ക് ഇനി ആശുപത്രി കൊണ്ടുപോകണ്ട, എൻ്റെ സമയമായി, എന്നെ നിങ്ങളോടൊപ്പം കിടന്ന് മരിക്കാൻ നിങ്ങൾ അനുവദിക്കൂ. പക്ഷേ മക്കളുടെ ചിന്ത, കുറച്ച് ദിവസം കൂടി അമ്മ ജീവിച്ച് കിട്ടാൻ വേണ്ടി ആശുപത്രി പോയാവട്ടെ. പക്ഷെ അമ്മയ്ക്ക് മനസ്സിലായി ഞാനിപ്പോൾ മരിക്കും. പക്ഷെ ആ സമയത്തും അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം ഒരു നല്ല ദേഷ്യമാണ് വാസ്തവത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെയുള്ളതും പല വിശുദ്ധീകരണ മേഖലകളും മരണാനന്തരമാണ് വിശദീകരിക്കുന്നത്. പക്ഷേ ഇതൊന്നും നമ്മളെ സ്വർഗഭാഗ്യത്തിൽ നിന്നും നമ്മളെ അകറ്റുന്നില്ല. അതാണ് മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച് യേശുവിൻ്റെ സുഹൃത്തായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി കുറേയൊക്കെ അവസ്ഥ ഉണ്ടെങ്കിലും ആ വ്യക്തിയുടെ ആത്മാവ് നിത്യരക്ഷയ്ക്ക് അവകാശിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയിലെ പല പ്രാർത്ഥനകളും നമ്മൾ ആഴമായി ശ്രദ്ധിക്കണം. മാമോദീസ വഴി ജീവന്റെ അടയാളത്താൽ മുദ്രകുത്തപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. മാമോദീസയിലൂടെ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും സ്വർഗഭാഗ്യത്തിന് നമ്മൾ അവകാശികളാണ്. എങ്കിലും നമ്മളിൽ പല ബലഹീനതകളും അവസാനം വരെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം ദൈവം കരുണയോടെ, അപ്പോൾ ആ കുർബാനയിൽ ശവസംസ്കാര ചടങ്ങിലെ പ്രാർത്ഥനകൾ ഭയങ്കരമാണ്. അത് ആ പുസ്തകം വാങ്ങി നിങ്ങളൊന്ന് ഇടയ്ക്ക് വായിച്ചു നോക്കുകയാണെങ്കിൽ, എനിക്കിപ്പോൾ അത് പാടാനുള്ള കഴിവില്ല, എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്. ഇനി മറ്റൊന്ന് അച്ഛൻ പറഞ്ഞതിനോട് ഞാൻ ചേർക്കുകയാണ്. ഇപ്പം ബൈബിൾ ഉണ്ടായത് എന്നാണ്, സഭയിൽ ബൈബിൾ ഉണ്ടായത് എന്നാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. സമയം കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമാണ്. ബൈബിൾ ഉണ്ടായത് AD 397 അതായത് AD 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. അതിനു മുമ്പ് പുതിയ നിയമം ഓരോരോ ഗ്രന്ഥങ്ങൾ, അതായത് ലൂക്ക, മത്തായി ഇവരെല്ലാം എഴുതിയ സുവിശേഷങ്ങൾ ഉണ്ടായത് തന്നെ. ഇപ്പോൾ അതിന് നമ്മൾ ദൂരത്തൊന്നും പോകണ്ട. ഇപ്പം എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം ഉണ്ടാക്കിയത്? അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആമുഖത്തിൽ നോക്കിയാൽ മതി. എവിടെയാണ്? AD 90. അപ്പോൾ AD 33 അല്ലെങ്കിൽ അതിൻ്റെ ആസ്പാസിൽ യേശോ മരിച്ചു. അതിനുശേഷം ഈ AD 90 വരെ സഭ എങ്ങനെയാ നയിക്കപ്പെട്ടത്? അതാണ് ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. സഭ നയിക്കപ്പെട്ടത് ഈശോ, ഇതൊക്കെ കാറ്റഗിസത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയണതാണ്. ഇത് വായിച്ചാനൊക്കെ ഒരുപാട് സമയമെടുക്കും. ഓറൽ ട്രഡീഷൻ എന്ന് ഇങ്ങനെ ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോയുടെ കൂടെ സഹവസിച്ച ഈ അപ്പസ്തോലന്മാരോട് പറഞ്ഞ കാര്യങ്ങളിൽ വളരെ ചുരുക്കമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇപ്പോൾ യോഹന്നാൻ പറഞ്ഞില്ലേ, ഈശോ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും എഴുതുകയാണെങ്കിൽ എന്തോരം പുസ്തകം വേണമെന്നുള്ളതിൻ്റെ ഒരു തെളിവെന്താ? ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ 13, 14, 15, 16, 17, 18 ഈ 6 അധ്യായം ഒറ്റ വൈകുന്നേരത്തെ കാര്യമാണ്. അപ്പോൾ ഈ 3 വർഷത്തിലെ എന്തോരം സംഭവങ്ങൾ, അതൊന്നും ഇതിനകത്ത് കാര്യമായിട്ട് എഴുതിയിട്ടില്ല.
പക്ഷേ അപ്പസ്തോലന്മാരെല്ലാവരും അതിൻ്റെ സാക്ഷികളും അവരോട് മുഖാമുഖം ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ആ ഓറൽ ട്രഡീഷനിലൂടെയാണ് ആദിമ സഭ പടുത്തുയർത്തത്. അന്ന് ആ ഓറൽ ട്രഡീഷനിൽ ഉണ്ടായ ആദ്യത്തെ ഡെവലപ്മെന്റ് എന്താണ്? വിശുദ്ധ കുർബാന. ഇല്ലേ ചോ? വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളതാണ്. ആ വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ അതാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ ആദ്യം പെന്തക്കോസ്ത കഴിഞ്ഞിട്ട് അവർ 4 കാര്യങ്ങൾ: അപ്പം മുറിക്കൽ, പ്രബോധനം. അതായത് അപ്പസ്തോലന്മാർ, എന്താ അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്ന് പറഞ്ഞാൽ സുവിശേഷം, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, കൂട്ടായ്മ. അപ്പൊ അന്ന് മുതൽ അപ്പം മുറിക്കൽ എന്ന് അവിടെ പറയുന്നത് എന്താണത്? കുർബാന അർപ്പണമാണ്. അപ്പൊ അന്നു മുതലേ കുർബാന അർപ്പണം ഉണ്ടായി. അത് ശരിക്കും ഈശോയും പരിശുദ്ധാത്മാവും കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ്. കൃത്യമായി ഇപ്പൊ നമ്മൾ ഈ സാധാരണ മനുഷ്യരായ നമ്മളോട് എല്ലാ ദിവസവും കർത്താവ് സംസാരിക്കണം, എന്നോട് പറയണം, നീ ഇന്ന് ഇന്നത് പറയണം എന്ന പോലെ പരിശുദ്ധാത്മാവ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് എനിക്ക് കുർബാനയിലെ ഓരോ പ്രാർത്ഥനകളെയും നമ്മൾ അതായത് ബൈബിൾ ഉണ്ടാകുന്നതിന് മുമ്പ് തക്സ ഉണ്ടായി, അല്ലെങ്കിൽ ആ കുർബാനയിലെ പിന്നെ അതിൽ വേണ്ടമാതിരിയുള്ള മോഡിഫിക്കേഷൻസ് ഇതൊക്കെ ഓരോ സ്ഥലകാലങ്ങളിലെ കൾച്ചറും ഇതൊക്കെ ആവശ്യമനുസരിച്ച് പരിശുദ്ധാത്മാവ് തന്നെ നൽകിയ പ്രചോദനങ്ങൾ അനുസരിച്ചാണ്. അപ്പം അതിൽ നമ്മൾ അപ്പസ്തോലന്മാർ നാനാ സ്ഥലങ്ങളിലേക്ക് പോയി. ഓരോ സ്ഥലത്തും അന്ന് ഇതേമാതിരി കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായില്ല. അവരങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ആ ഓരോ സ്ഥലങ്ങളിലും പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതനുസരിച്ച് ആരാധനാ രീതികളുണ്ടായി. ഇപ്പൊ തോമാസ് ലീഗ കേരളത്തിലൊരു എഫേസോസിൽ ഇങ്ങനെ അവർ ഓരോ സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ആരാധനാ രീതികളുണ്ടായി. അത് കഴിഞ്ഞ് 10,000 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഓരോ രാജ്യത്തുമുള്ള സഭാ തലവന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോഴാണ് മനസ്സിലാവുന്നത്, ഞങ്ങളോട് ആരാധിക്കണ മാതിരി അല്ലല്ലോ ഇവിടെ. പക്ഷേ അവർക്ക് അതിൽ ഒരു ഭയങ്കര സന്തോഷമാണ് ഉണ്ടായത്. ഒരു പൂന്തോട്ടത്തിലെ വിവിധ തരത്തിലുള്ള പുഷ്പങ്ങൾ പോലെ ഓരോ ആരാധനാ രീതിന്റെയും സ്ഥായി ഘടകം യേശുവിന്റെ പീഡാസഹനവും മരണവും ഉയർപ്പും ആണെങ്കിലും അതിൻ്റെ ആ റൂബ്രിക്സ്, അതിൻ്റെ ആ വ്യത്യസ്തമായ അത് ശരിക്കും റീത്തുകളുടെ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കി ഒരു തുറന്ന മനസ്സോടെ എല്ലാ റീത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഗുണം. എനിക്ക് എന്തോ ഭാഗ്യമായിട്ട് ഞാൻ താമസിക്കുന്നത് നാട്ടിൽ കേരളത്തിൽ POC, അതായത് കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ POCയുടെ നേരെ ഓപ്പോസിറ്റിലാണ് എൻ്റെ താമസം. അപ്പോൾ ഞാൻ കുർബാനയ്ക്ക് പോകുന്നത് POC, പാസ്റ്റൽ ഓറിയന്റേഷൻ. അവിടെ നമുക്ക് 3 രീതിയിലുള്ള കുർബാന മാറി മാറി ചെല്ലും. ഒരു ദിവസം സുറിയാനി, ഒരു ദിവസം മലങ്കര, ഒരു ദിവസം ലത്തീൻ, ഇങ്ങനെ മാറി മാറി ചെല്ലും. അങ്ങനെ ഞാൻ ഈ 3 റീത്തുകളിലും ഉള്ള ആ ഒരു മനോഹാരിത ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൂടാണ്ട് ഞാൻ യൂറോപ്പിലായിരിക്കുമ്പോൾ അവിടെ ബൈസന്റൈൻ രീതിയിൽ എൻ്റെ മകൾ ഒരു തിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലൈസൻഷ്യേറ്റിന് പഠിച്ച്, അങ്ങനെ അവളും 10 വർഷത്തോളം തിയോളജി പഠിച്ചിട്ടുള്ള. ഇതും നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു സജഷനാണ്. എന്നോട് കർത്താവ് പറഞ്ഞു, നീ ഇത്രയും, ഞാൻ ഒരു കാലത്ത് ഈ വചനം പ്രഘോഷിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പഠിക്കണം. ഞാൻ അവസാനം തന്നെത്താനിരുന്ന് പഠിച്ചു. കാരണം നമ്മൾ ഈ വയസ്സുകാലത്ത് ഏത് തിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളെ പറഞ്ഞു. അത് മാത്രമല്ല നമുക്ക് വചനം നമുക്ക് പഠിക്കാനായിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ചേർന്ന് പഠിക്കാൻ സമയമില്ല, നമ്മൾ ധ്യാനമല്ലേ. പക്ഷെ എല്ലാ ദിവസവും ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്തുകൊണ്ട് മക്കളെയൊക്കെ കുറച്ച് പേരെങ്കിലും തിയോളജി പഠിപ്പിച്ചുകൂടാ. അപ്പോൾ പറഞ്ഞു, നിന്റെ തന്നെ മോളെ അങ്ങ് പഠിപ്പിക്കാൻ വിടും എന്ന് പറഞ്ഞു. ഓക്കെ, റൈറ്റ്. അങ്ങനെ വാസ്തവത്തിൽ എൻ്റെ മകളും അവൾ വിവാഹം ചെയ്തതിന് ശേഷം അവളുടെ ഭർത്താവും ആ ജോലിയെല്ലാം വിട്ട് തിയോളജി പഠിച്ച്, അങ്ങനെ നമ്മുടെ സീറോ മലബാർ സഭയിലെ വളരെ വേറെ ആരും അങ്ങനെയില്ല, ഭാര്യയും ഭർത്താവും സേക്രഡ് തിയോളജിയിൽ ലൈസൻഷ്യേറ്റ് എടുത്തിട്ടുള്ള ഒരു കപ്പിളാണ്. ഞാനിത് ആശയം പറയുന്നത്, എല്ലായിടത്തേക്കാളും സൗകര്യമുള്ളൊരു സ്ഥലമാണ് തിയോളജി പഠിക്കാൻ അമേരിക്ക. എന്ത് പറഞ്ഞോ, ഇവിടെ സൗകര്യവുമുണ്ട്, അതിൻ്റെ ആവശ്യവുമുണ്ട്.
പ്രധാന ആവശ്യമെന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, നമ്മുടെ നല്ല ജനറൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ റിലീജിയൻ പഠിപ്പിക്കുന്നുണ്ട്, ഇല്ലേ? ഈ റിലീജിയൻ പഠിപ്പിക്കുന്നവർ ശരിക്കും വിശ്വാസമുള്ളവരാണോ? പലരും വിശ്വാസം ഉള്ളവരല്ല. അതവർ, ഇറ്റ് ഈസ് എ പ്രൊഫഷൻ, അതവരുടെ ജോലി. ഏതുപോലെ ഫിസിക്സ് പഠിപ്പിക്കുന്നു, അല്ലേ ചോ അമ്മ. പക്ഷെ നമുക്ക് ഇന്ന് എന്താ ആവശ്യം? ഈ റിലീജിയൻ പഠിപ്പിക്കുന്നവർ സയൻസ് പഠിപ്പിക്കുന്ന മാതിരി അല്ല പഠിപ്പിക്കുന്ന. ആ റിലീജിയൻ, ആ വിശ്വാസമുള്ളവരത് പഠിപ്പിക്കുകയാണെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ പറയും, ഓ, Jesus never meant that it will be his body. He said, it is my body. He is standing there. How can he say, standing himself there and taking a piece of bread and say, this is my body? So it is only a symbol. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയും റിലീജിയൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമുക്കത് കേൾക്കുമ്പോൾ എന്താ ഉണ്ടാവണേ? അപ്പം നമ്മൾക്കുണ്ടാകേണ്ട, സോറി ഞാൻ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സജഷനാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കണം നമ്മുടെ മക്കൾ എൻജിനീയർ ആകണം, ഡോക്ടർ ആകണം ഭയങ്കരമായിട്ട്. അങ്ങനെ ആഗ്രഹിക്കാതെ, കർത്താവേ ഇതാ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, കർത്താവേ നിന്റെ ഈ അൾത്താരയിൽ എൻ്റെ മക്കളെ ഞാൻ സമർപ്പിക്കണം. എന്തിനു പറയണം? അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഒരു തിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് വരികയാണ്. ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, നിങ്ങൾ ഇതിനെ സഹായിക്കുകയാണെങ്കിലേ പറ്റുള്ളൂ. പറയുമ്പോൾ നോ പ്രോബ്ലം, യു സെൻഡ് ഹെയർ, വി ആർ പ്രൗഡ് ടു ഹാവ് യുവർ ഡോട്ടർ ടു ബി എ സ്റ്റുഡൻറ്റ് ഹിയർ. വി വിൽ ടേക്ക് കെയർ ഓഫ് ഓൾ എഡ്യൂക്കേഷണൽ എക്സ്പെൻസസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെ അവർ തന്നെ അതിന് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അതിൻ്റെ സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ച് ദേ ഡൺ ഇറ്റ്. ഇത് വിയന്നയിലാണ്, യൂറോപ്പിലാണ്. അവിടെ വളരെ റെയറാണ് ഈ ഇംഗ്ലീഷ് പഠിക്കാനുള്ള. പക്ഷേ ഇവിടെ അമേരിക്കയിൽ എന്തോരം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഉള്ളത്.